शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो പക്ഷേ അവിടെയല്ലേ തെലങ്കാനയിലെയും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഗാന്ധിജിയെ പിന്നെ ഇതൊരു ദൈവമായിട്ട് തന്നെയാണ് ആരാധിക്കുന്നത്. അത് നിങ്ങൾ പോയി കാണേണ്ട ക്ഷേത്രമാണ്. അതീവ സൂപ്പർ പവറുള്ള ഒരു പ്രദേശമാണ്. അതായത് സൂപ്പർ പവർ എന്ന് വെച്ചാൽ അത്രയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രയധികം പ്രയത്നിച്ച ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ. ഞാൻ കാണിക്കുന്ന ക്ഷേത്രമല്ല, ഞാൻ ഈ ചരിത്രത്തെ പറ്റി പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്താ പേര്? പവിത്ര. എന്താ ചെയ്യുന്നു പവിത്ര? കിലോമീറ്ററോളം. അതായത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ഒരു മാർഗം വഴി എന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, മാഹി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഇറങ്ങിയിട്ട് ചൂടിക്കൊട്ട റോഡിലേക്ക് വരിക. ചൂടിക്കൊട്ട അവിടുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ചോദിച്ചാൽ ആരും പറഞ്ഞു. ഇനി ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നെങ്കിൽ അവിടുന്ന് ഓട്ടോക്കാരോട് പറഞ്ഞാലും അല്ലേ. പിന്നെ മാഹി ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ചൂടിക്കൊട്ട റോഡിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അവിടുന്ന് നമ്മളെ മാഹി പള്ളീൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് പള്ളീൻ്റെ അടുത്ത് 1 കിലോമീറ്റർ കഷ്ടിയില്ല. അത്രേ ഉണ്ടാവും അല്ലേ. അത്രയും നടക്കാനേ ഉള്ളൂ, ശരിക്കും നടക്കേണ്ട ദൂരേ ഉള്ളൂ അല്ലേ. പിന്നെ പൂഴിത്തല ഇറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ പൂഴിത്തല ഇറങ്ങുക. അവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ പിന്നെ ചൂടിക്കൊട്ട റോഡിലേക്ക് വരണം. ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരും അത്ര ഫേമസ് ആണല്ലോ അല്ലേ. 87 വർഷത്തോളം പഴക്കമുള്ളതല്ലേ അല്ലേ. 87 വർഷം ഉത്സവമായിട്ട് നടത്തും. അതിന്റെ നമ്മള് പ്രതിമന്റെ മുമ്പ് ഇവിടെ ഒരു ഭജന സമിതിയാണ്. ആ ഭജന സമിതി വർഷങ്ങൾ അതിന് ശേഷമാണ് ഈ മുമ്പ് കാലത്ത് ഒരു ഭജന സമിതി ഉള്ളത്. ഭജന സമിതി ആയിട്ടുണ്ടായി. പിന്നെ അത് ക്ഷേത്രമായിട്ട് മാറുകയാണ്. 87 വർഷത്തോളമായി ഇപ്പോൾ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ദിവസം ഉത്സവം ഇവിടെ ഭംഗിയായിട്ട് 1000 ആൾക്കാരോളം അന്നദാനത്തിന് ഇവിടെ ഉണ്ടാവും ഈ 10 ദിവസം അല്ലേ. പിന്നെ മാഷ് പറഞ്ഞ അല്ല മറ്റേ നമ്മളെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണോടം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിടമ്പ് നൃത്തം അല്ലെ. ഈ 10 ദിവസം തിടമ്പ് നൃത്തം ഉണ്ടോ? ഇല്ല, ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെ 10 ദിവസം പിന്നെ എന്താ ഉള്ളത്? 10 ദിവസം ശ്രീവേലി ഉണ്ട്. ശ്രീവേലി എല്ലാ ദിവസവും ഉണ്ടാവും അല്ലെ. പിന്നെ കാലത്ത് എന്താ വെച്ചാല് ഉഷപൂജ, സാധാരണ ക്ഷേത്രങ്ങൾ നടക്കുന്നത്, ഗണപതി ഹോമം, ഇതെല്ലാം തിരുമേനി പറഞ്ഞു തരും. അതെ. എന്നാ നല്ല നമസ്കാരം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് സന്തോഷം. നിങ്ങള് ഫോൺ നമ്പറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. നല്ല നമസ്കാരം. നമസ്തേ. എന്താ പേര്? ശശികുമാർ അല്ലേ. നമ്പൂതിരിയാന്ന് അല്ലേ. എവിടെയാ എല്ലാം പേര്? വാനൂരിലെ അപ്പൊ ഡെയിലി പോയിട്ട് വരുത്തോ? അല്ല, ഇവിടെ നിൽക്കുകയാണല്ലേ. മാസത്തിൽ പോക്കല്ലേ. കിളിശാന്തി ഉണ്ടോ? ഇല്ല, നിങ്ങൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നു. പിന്നെ അതുപോലെ അടിച്ചു കളി ഇല്ലേ? ഉണ്ടല്ലേ. ആ ചേച്ചി രണ്ടാൾ. എന്താ പേര് അവരെ? ഒന്ന് വിമല, ഒന്ന് ചന്ദ്ര. പിന്നെ മാരാറുണ്ടോ? മാരാറില്ല. പിന്നെ മാരാറ് പിന്നെ വിശേഷ ദിവസങ്ങളിൽ മാത്രം വരാറുള്ളൂ. അപ്പോൾ കഴകമുണ്ടല്ലേ. ബാധ്യമുണ്ടോ? വാദ്യം ദിവസമില്ല, ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ എത്ര മണിക്കാണ് നട തുറക്കുക ഇവിടെ? രാവിലെ 5:30 തുറക്കും. എത്ര മണിക്ക് അടക്കുക? രാവിലെ 12 മണിയാവും. അതുവരെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് ഞാൻ കണ്ടു, ഒരുപാട് ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഉടുപ്പി കൃഷ്ണന്റെ ഒരു ഫീല്, ചായ അതുണ്ട്. പിന്നെ ഒരു ഗുരുവായൂർ ഒരു ഫീൽ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരാൾ ഇവിടെ വന്നതിന് വീണ്ടും വരും. അതാണ് അത്ര ശക്തിയുണ്ട്. അത് എനിക്കത് തോന്നി. എന്ന് വെച്ചാൽ ഇവിടെ വന്നു നിന്നപ്പം ധാരാളം ആൾക്കാർ ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ അതുപോലെ വൈകിട്ട് എത്ര മണിക്കോ ഉഷപൂജ ഉണ്ടോ? ഉഷപൂജയുണ്ട്. 3 നേരത്തെ പൂജ, ത്രികാല പൂജയായിട്ടാണ്. അത് ത്രികാല പൂജ തന്നെ ചെയ്യും. രാവിലെ അഭിഷേകം, പാലഭിഷേകം, പിന്നെ വാക ചർച്ച ഇതൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ണ നിവേദ്യം, പഴം പഞ്ചസാര നിവേദ്യം, അവിൽ നിവേദ്യം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പുറത്ത് നിവേദ്യം വന്ന് തിരുമധുരം ആയിട്ട് പുറത്തേക്ക് നൽകുകയും ചെയ്യും. നമ്മള് പിന്നെ ഇനി വൈകിട്ട് എത്ര മണിക്കാണ് നട? വൈകുന്നേരം 5:30, രാത്രി 8 മണി വരെ ഉണ്ടാവും. അപ്പോൾ വരുന്നവർക്ക് ശരിക്കും അതുവരെ കാണാൻ പറ്റും. പിന്നെ ഉത്സവ സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ ഇത് നടക്കുന്നത്? എല്ലാ ദിക്കും ആൾക്കാർ എത്തിപ്പെടും അല്ല? അങ്ങനെയല്ല, ഫുൾ ടൈം തുറന്നിട്ട് തന്നെ ഉണ്ടാവും അല്ലേ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിന് സന്തോഷം. അപ്പം പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എങ്ങനെയുള്ള പ്രതിഷ്ഠ?
ദാരുബിംബമാണ്. മരത്തുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ബിംബമാണ് അല്ലേ? ശിലാബിംബത്തിനാണ് പൂജയൊക്കെ ഉണ്ടാവുക. നിങ്ങളിപ്പോൾ ഇവിടെ പിന്നെ പഞ്ചലോഹത്തിലല്ലേ അഭിഷേകമൊക്കെ ചെയ്യുന്നു? അല്ല, ശിലയിൽ തന്നെ ചെയ്യുന്നു. അഭിഷേകങ്ങളെല്ലാം മറ്റേതെന്ന് വെച്ചാൽ ദർശനബിംബമായിട്ടാണ്. ദർശനബിംബമായിട്ട് ബാക്കി കാണുന്നത് അല്ലേ? പക്ഷെ രണ്ടിനും ചൈതന്യം ഒന്നാണ്. അതെ, രണ്ട് ചൈതന്യം ഒന്നാണ്. ഏതായാലും നിങ്ങളുടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ച സന്തോഷം. ഇല്ലത്തിന്റെ പേര് ഒരു കൂടി പറയും. ഇല്ലത്തിന്റെ പേര് ഒയിലൂർ പോനേരിയില്ല. ശശികുമാർ നമ്പൂതിരി. എന്തായാലും പുറത്ത് പോയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഗണപതി ഹോമം ഇല്ലേ? ബാലാഗണപതിയാണോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? സാധാ ഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ ദേവതകൾ? അങ്ങ് ഒരു ദേവത വേറെ കണ്ടു. സരസ്വതി ഉണ്ട്. പിന്നെ അയ്യപ്പസ്വാമി, ഗണപതി ഭഗവാൻ. ഇത്രയാണ് ദേവതയായിട്ട് ഇവിടെ ഉള്ളത് അല്ലേ? പിന്നെ പാരായണം ഉണ്ടോ? രാമായണ പാരായണം? അതെ, രാമായണ പാരായണം ഉണ്ടാവും. ഇതാണ്. ഏതായാലും നിങ്ങളെ കണ്ടതും ഇവിടെ സംസാരിക്കാൻ കിട്ടിയതിനും സന്തോഷം. കാരണം നിങ്ങൾ ചെയ്ത പൂജ എത്ര വർഷമായി പറഞ്ഞേ? 11. ആ ചെയ്തതിൻ്റെ ബലം ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ഈ ഇവിടുത്തെ ബാക്കിയുള്ള പണിയും കൂടി തീരാനുള്ള വഴിയും കൂടി ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കുക. സന്താന ഗോപാല പൂജ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതെ, സന്താന ഗോപാല പൂജ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫലം ഉണ്ടാവും. ഇത് നമസ്കാര മണ്ഡപത്തിന് പകരം ഇവർ വെലിക്കാലി വെക്കാനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഭഗവാന്റെ ദശാവതാരങ്ങളാണെന്നൊന്നും കൊത്തി വെച്ചിട്ടുള്ളത് അല്ല. ഇതിൽ മരത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പിന്നെ ഇതാണ് കേട്ടോ വരിക. നമസ്തേ. എന്താ മോളെ പേര്? അനുഷ. എവിടെ? ഈ നാട്ടുകാരി തന്നെ. ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു, സന്തോഷം. ഇവള് നമുക്ക് ഒത്തിരി ക്ഷേത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ മാഹിയിൽ അയർലൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് പറയും? മോർഗൻ മെക്കിൻലി. അപ്പം എന്തിന്റെ ഇതാണ് അവിടെ? മെറ്റീരിയൽസ്? അയർലൻഡ് റിക്രൂട്ടിംഗ് കമ്പനിയാണ്. അതെയോ? അപ്പോ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ അതായിട്ട് ബന്ധപ്പെടാൻ പറ്റുക? ഇവിടെ ഞങ്ങൾ ഒരു ഇതുമില്ല, എല്ലാം പുറത്തുള്ളവർ. ഒരു 9-13 ഓഫീസ് ഉണ്ട്. അതെ, ഇവിടെ തന്നെ വീട്? ഇവിടെ തന്നെ. എന്റെ വീട് കുറെ വർഷമായി അവിടെ? ഞാൻ ജനിച്ചതും വളർന്നല്ല ഇവിടെ തന്നെ. കൃഷ്ണനടുത്ത് ഒത്തിരി കലയെ വരുന്നു ഇവിടെ, ചെറുപ്പം മുതലേ വരുന്നുണ്ട് അല്ലേ? നല്ല നമസ്കാരം. ഒരു കൂടി പേര് പറയും? അനുഷ. ആയിരുന്നു കേട്ടോ. ഇത് സ്ഥലമൊക്കെ നൽകിയിട്ടുള്ളത് ഇദ്ദേഹമാണ്, ഈ വീട്ടിലുള്ള ആളാണ്. പേരെന്തോ പറഞ്ഞായിരുന്നു, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരാണ് അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. ആദ്യത്തെ അങ്ങനെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ പൂർത്തിയാവുന്നത്. അപ്പം ഐ പോസിറ്റീവ് എനർജിയുള്ളൊരു ക്ഷേത്രം കേട്ടോ. നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഇപ്പം നല്ല മഴക്കാറുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാണ്. ഇതിനടുത്ത് ഞാൻ മറ്റൊരു ക്ഷേത്രവുമായിട്ട് ഇവിടെ നിന്നും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അവിടെ പോകുമ്പോൾ കാണണ്ടാവുമെന്ന് അറിയില്ല, സമയം കഴിഞ്ഞു പോയില്ലേ. ഒരു ശിവക്ഷേത്രമാണ്. ഒരു പിന്നെ റെയിലിൻ്റെ അപ്പുറമായിട്ടാണ് അത് വരിക. ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് മുമ്പിട്ട് പോയ പോലത്തെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ മുമ്പിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നമസ്കാരം.
മംഗല്യം രജിസ്റ്റേർഡ് ഉണ്ടോ? അല്ലേ അല്ല മംഗല്യം നടത്തല്ലേ ഇവിടെ? അത് എന്താ വേണ്ട അതിന് വേണ്ടിയിട്ട്? ആദ്യം ബുക്ക് ചെയ്യണം. പക്ഷേ ഇവിടുന്ന് അന്നദാനം ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യലുണ്ടോ? സൗകര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ ആയിക്കോളുക അല്ലേ? അത് ഓഫീസിൽ അതിൻ്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ ഒരുക്കി തരും അല്ലേ? അപ്പം മാഹി കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ മംഗല്യത്തിൻ്റെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ മാഹി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ രജിസ്റ്റേർഡ് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കും അല്ലേ? പിന്നെ അത് വീട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ആ പഞ്ചായത്തിൽ പോയി ചെയ്യാം അല്ലേ? ചെയ്യാറുണ്ട്. നല്ല നമസ്കാരം. ക്ഷേത്രക്കുളം ഇവിടെയുണ്ട്. നിറയെ വെള്ളമുണ്ട്. രാവിലെ വരുമ്പോൾ കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതിയിട്ടാണ്.